തിരുവനന്തപുരം വർക്കലയിൽ യുവാവിന്റെ പരാക്രമം. ഇരുമ്പ് വടികൊണ്ട് റെസ്റ്റോറന്റ് അടിച്ച് തകർക്കുകയും ജീവനക്കാരെയും കാൽനട യാത്രക്കാരെയും ആക്രമിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ 5ഓളം പേർക്ക് പരിക്കേറ്റു. പ്രതിയെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പരാക്രമത്തിന് കാരണമെന്തെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇന്ന് രാവിലെയോടെയാണ് മണ്ണന്തല സ്വദേശിയായ അലൻ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പ്രകോപനമൊന്നുമില്ലാതെ തിരുവമ്പാടി ബീച്ചിന് സമീപത്തെ റെസ്റ്റോറന്റ് അടിച്ചു തകർക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന അമ്മയെയും മകനെയും ആക്രമിച്ചതായും വിവരമുണ്ട്. സമീപത്ത് കരിക്ക് കച്ചവടം നടത്തുന്ന ബഷീറിനും മറ്റൊരു വയോധികനും ആക്രമണത്തിൽ പരിക്കേറ്റു. 7 മണിയായപ്പോഴത്തേക്ക് എൻ്റെ കട കേരള കഫേ തിരുവമ്പാടി റോഡിലാണ്. ചായക്കടയാണ്. ഗസ്റ്റുകളും എൻ്റെ സ്റ്റാഫ് 3 പേരെ ഉള്ളായിരുന്നു. 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളുമായിരുന്നു. അവരുള്ള സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ വീട്ടിലായിരുന്നു. ഒരു ഓട്ടോമാറ്റിക് കാർ കൊണ്ട് നിർത്തി. കയ്യിലൊരു ആയുധം ഉണ്ടായിരുന്നു. കടയുടെ അകത്ത് കയറി വന്നിട്ട് എന്തരടാ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന, ക്ലോസ് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് പച്ച ചീത്തയൊക്കെ വിളിച്ചിട്ട് സ്റ്റാഫിനെ 2 അടി അടിച്ചു. കയ്യിൽ നിന്ന് പൈപ്പ് കൊണ്ട് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു. എൻ്റെ കസേരകൾ മൊത്തം പറക്കി റോഡിലിറങ്ങി. വെളിയിൽ ഒതുക്കിയിട്ടിരുന്ന ഒരു കാറുണ്ട്, ഒരു ബ്ലൂ കാർ, അതിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രതിയെ പ്രദേശവാസികൾ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിച്ചത്. അക്രമി സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശത്തെ ചില്ലുകളും തകർന്ന നിലയിലായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ലഹരി ഉപയോഗിച്ച ശേഷമാണോ ആക്രമണമെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.